Hey guys, welcome back my another tech video. My name is Harry. ഇന്നു ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ടിക്ടോക്കേഴ്സിനും യൂട്യൂബേഴ്സിനും ഒരുപോലെ ഉപകാരം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. വളരെ കുറഞ്ഞ ചെലവിൽ ഒരു സ്റ്റുഡിയോ ലൈറ്റ് സെറ്റപ്പ് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ നിർമ്മിക്കാമെന്നാണ്. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു സ്റ്റുഡിയോ ലൈറ്റ് സെറ്റപ്പ് നിർമ്മിക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഈ ഒരു സ്റ്റുഡിയോ ലൈറ്റ് സെറ്റപ്പ് നിർമ്മിക്കാനായിട്ട് നമ്മൾ ആദ്യം വേണ്ടത് 3 ഇഞ്ച് നീളത്തിൽ 1 ഇഞ്ച് വ്യാസമുള്ള PVC പൈപ്പ് 4 പീസുകൾ കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ 6 ഇഞ്ച് നീളത്തിലും 2 പീസുകൾ കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ 2 ടീ ജോയിൻറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുക. അതുപോലെ ഓപ്പോസിറ്റ് സൈഡിലും മറ്റൊരു ടീ ജോയിൻറ്റ് ജോയിൻ ചെയ്യുക. അപ്പോൾ 2 എൻഡിലായിട്ട് ഓരോ ടീയും നടുവിലായിട്ട് ഒരു ടീയുമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ടീകൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 6 ഇഞ്ച് നീളത്തിൽ മുറിച്ച പൈപ്പിൻ്റെ കഷ്ണമാണ് ഉപയോഗിച്ചത്. ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് 4 എൽബോയും അതുപോലെ തന്നെ നമ്മൾ 3 ഇഞ്ച് നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുള്ള 4 PVC പൈപ്പിൻ്റെ കഷ്ണവുമാണ്. 4 PVC പൈപ്പിൻ്റെ കഷ്ണങ്ങളും 4 എൽബോകളും ഇതുപോലെ സെറ്റ് ചെയ്യുക. നമ്മൾ ആദ്യം തന്നെ നിർമ്മിക്കുന്നത് സ്റ്റുഡിയോ ലൈറ്റിൻ്റെ സ്റ്റാൻഡാണ്. എല്ലാ ഫിറ്റിങ്സുകളും ശരിയായ രീതിയിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു സ്റ്റാൻഡിൻ്റെ അടിഭാഗം തറയിൽ ഒരുപോലെ തട്ടി നിൽക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം നമ്മളുടെ സ്റ്റുഡിയോ ലൈറ്റിന് എത്ര ഹൈറ്റ് ആവശ്യമായിട്ടുണ്ടോ അത്ര നീളത്തിൽ ഒരു PVC പൈപ്പ് കൂടി മുറിച്ചെടുത്തതിന് ശേഷം മുകളിലോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ടീ ജോയിൻറ്റിലേക്ക് കണക്ട് ചെയ്യുക. ഈ കാണുന്നത് 36 to 40 വാട്ട്സ് ട്യൂബ് ലൈറ്റ് അഡാപ്റ്ററാണ്. ഇതിനെ ഇലക്ട്രോണിക് ചോക്ക് എന്നും പറയും. ഈ ഒരു അഡാപ്റ്ററിനകത്ത് ടോട്ടൽ 6 വയറുകളാണ് ഉണ്ടാവുന്നത്. അതിൽ 2 വയറുകൾ 240 വോൾട്ട് AC ഇൻപുട്ടിന് വേണ്ടിയും മറ്റ് 4 വയറുകൾ ട്യൂബ് ലൈറ്റിന് ഇരുവശങ്ങളിലുമായി നൽകിയിട്ടുള്ള പിന്നുകളിൽ നൽകേണ്ടതാണ്. 2 വെള്ള വയറുകൾ ഒരു വശത്തും 2 ഗ്രേ വയറുകൾ മറുവശത്തുമാണ് നൽകേണ്ടത്. കേബിൾ ടൈ ഉപയോഗിച്ച് ഈ ഒരു അഡാപ്റ്ററിനെ നമ്മുടെ സ്റ്റാൻഡിലേക്ക് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് താഴോട്ട് സെറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ആ ഒരു അഡാപ്റ്ററിന് മുകളിലായിട്ട് ട്യൂബ് ലൈറ്റ് സെറ്റ് ചെയ്താൽ നമ്മളുടെ ഫേസിലേക്ക് വെളിച്ചം കിട്ടുന്ന രീതിയിൽ ഹൈറ്റ് കണക്കാവുകയുള്ളൂ. ഇവിടെ നമ്മൾ ട്യൂബിനെ കുത്തനെയാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ കുത്തനെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അഡാപ്റ്റർ സെറ്റ് ചെയ്തത് ഈ ഒരു ട്യൂബിൻ്റെ അടിവശത്തായിട്ടാണ്. അഡാപ്റ്ററിൽ നിന്നും ട്യൂബിൻ്റെ മുകൾ ഭാഗത്തെ കണക്ടറിലേക്ക് വയറിന് നീളമെത്തില്ല. അങ്ങനെ വരുമ്പോൾ ഈ വയറിൻ്റെ നീളം കൂട്ടേണ്ടതായിട്ട് വരും. താഴെ ഭാഗത്തായിട്ട് വരുന്ന കണക്ടറിൽ വയറിന് നീളം കുറവേ ആവശ്യമായിട്ട് വരും. അപ്പോൾ ആ വയറിനെ കട്ട് ചെയ്താണ് നമ്മൾ മുകളിലേക്ക് കൊടുക്കേണ്ട വയറിന് നീളം കൂട്ടുന്നത്. ട്യൂബ് ലൈറ്റിൻ്റെ ഇരുവശത്തും വരുന്ന കണക്ടറിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ഇവിടെ 6 ആംപിയർ വയർ കണക്ടറാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഫ്ലൂറസെൻ്റ് ട്യൂബിന് പകരം LED ട്യൂബും ഉപയോഗിക്കാവുന്നതാണ്. LED ട്യൂബുകൾ ഉപയോഗിച്ചാൽ പ്രകാശവും ലൈഫും കൂടുതൽ കിട്ടും. ഇവിടെ നമ്മൾ ഫ്ലൂറസെൻ്റ് ട്യൂബ് ഉപയോഗിക്കാനുണ്ടായ സാഹചര്യം ഫ്ലൂറസെൻ്റ് ട്യൂബിന് വില കുറവാണ്. ട്യൂബ് നമ്മളുടെ സ്റ്റാൻഡിലേക്ക് സെറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ ഒരു ട്യൂബിനും നമ്മളുടെ സ്റ്റാൻഡിനും ഇടയിലായിട്ട് തെർമോക്കോളോ ഫോമോ അത്തരത്തിൽ എന്തെങ്കിലും ഒരു വസ്തു വെച്ച് കൊടുത്താൽ നന്നായിരിക്കും. നമ്മൾ അഡാപ്റ്റർ സെറ്റ് ചെയ്തതുപോലെ തന്നെ ട്യൂബും വയർ ടാഗ് ഉപയോഗിച്ചാണ് സെറ്റ് ചെയ്യുന്നത്. അടുത്തതായി നമ്മൾക്ക് നമ്മളുടെ ട്യൂബിൻ്റെ ഇരുവശങ്ങളിലുമുള്ള കണക്ടറിലേക്ക് വയർ കണക്ടർ ഉപയോഗിച്ച് വയറുകൾ കണക്ട് ചെയ്യാം. ട്യൂബിൻ്റെ ഇരുവശങ്ങളിലും വയർ കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്യൂബിൻ്റെ അഡാപ്റ്ററിലേക്ക് 240 വോൾട്ട് AC സപ്ലൈ കൊടുക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതിനായി ഞാനിവിടെ ഒരു 2 പിൻ ടോപ്പും കുറച്ച് നീളത്തിൽ വയറും എടുത്തിട്ടുണ്ട്. Even if my jokes aren't funny, my tongue tied
ഇതാണ് നമ്മളുടെ ലൈറ്റ്. നമ്മൾ പ്രതീക്ഷിച്ചതിലും നല്ല രീതിയിൽ തന്നെ ഈ ഒരു ലൈറ്റ് പ്രകാശിക്കുന്നുണ്ട്. നല്ല വെളിച്ചം തന്നെയാണ് ഈ ഒരു ലൈറ്റ് നൽകുന്നത്. നമ്മൾ ഒന്നല്ല 2 ലൈറ്റ് നിർമ്മിച്ചിട്ടുണ്ട്. അതായത് നമ്മളുടെ വീഡിയോ ഷൂട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള വെളിച്ചത്തിന് വേണ്ടി 2 ലൈറ്റാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ 2 ലൈറ്റുകളും ഉപയോഗിച്ചാൽ കിട്ടുന്ന വെളിച്ചം എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണാവുന്നതാണ് എത്രത്തോളം വെളിച്ചം ഈ 2 ട്യൂബുകളും കൂടി നൽകുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്നത് ഈ 2 ട്യൂബുകളും ഓഫ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്, റൂമിൽ നോർമലായി ഉപയോഗിക്കുന്ന ബൾബ് മാത്രം കത്തിച്ചാൽ, അതും 12 വാട്ടിൻ്റെ LED ബൾബാണ്. ഇപ്പോൾ വെറും 12 വാട്ടിൻ്റെ LED ബൾബ് മാത്രം കത്തിച്ചാലും ഈ ട്യൂബുകൾ കൂടി കത്തിച്ചാലും എത്രത്തോളം മാറ്റം വരുന്നുണ്ട്, എത്ര വലിയ മാറ്റം വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക.